ക്ലോത്ത് കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പീസ് ക്ലോത്താണ് വേണ്ടത്. രണ്ടായിട്ട് അതിൽ 4 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളവുമുള്ള സ്ക്വയർ ആകൃതിയിലുള്ള ഒരു പീസ് വലിയ പീസും, പിന്നെ 3 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളമുള്ള സ്ക്വയർ ആകൃതിയിൽ ഒരു പീസുമാണ് വേണ്ടത്. ഇങ്ങനെ സ്ക്വയർ ആകൃതിയിലുള്ള 2 പീസ് എടുത്തതിന് ശേഷം അതിലെ വലിയ പീസിനെ ഇതുപോലെ 4 ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. 4 ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ചെറിയ പീസിനെ 4 ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ചെറിയ പീസിനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് രണ്ടിനെയും കൂടെ ഓപ്പൺ ആയിട്ടുള്ള വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം രണ്ടും കൂടി പിടിച്ചിട്ട് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം അതിൽ ഒരു കർവ് വരയ്ക്കുക. ചോക്ക് കൊണ്ടൊരു കർവ് വരച്ചതിന് ശേഷം ഇതുപോലെ ഒരു കർവ് വരയ്ക്കുക. കർവ് വരച്ചിട്ട് കത്രികയ്ക്ക് നമ്മളത് മുറിക്കുകയാണ്, കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കർവായിട്ട് വരിക. എന്നിട്ട് കത്രിക എടുത്ത് അത് കട്ട് ചെയ്യുക. ആ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നിവർത്തി നോക്കുക. നിവർത്തുമ്പോൾ ഇതുപോലെ ഒരു കർവിൽ വരും. എന്നിട്ട് ആ കർവ് വരുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 പീസിൻ്റെയും കർവ് വരുന്ന ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇതുപോലെ 2 എണ്ണത്തിനും ആ കർവ് വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിനെ 2 ആയിട്ടൊന്ന് മടക്കുക. 2 ആയിട്ട് മടക്കി നമ്മൾ 2 ആയിട്ട് മടക്കി എടുത്ത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. സെൻറ്റർ വരാൻ പാടില്ല. എന്നിട്ട് അവിടെ ഒരു ചോക്ക് വെച്ച് അടയാളപ്പെടുത്തിയെടുക്കുക. അതിന് ശേഷം അതിനെ വീഴ്ത്തിയെടുക്കുക. ആ തുണിയെ വീഴ്ത്തിയെടുത്തതിന് ശേഷം അവിടെ ഒരു കത്രികയ്ക്ക് ഒരു കൊത്തിട്ട് കൊടുക്കുക. കൊത്തിട്ടതിന് ശേഷം അത് തിരിച്ചു മറിച്ചെടുക്കുക. ആ തുണിയെ തിരിച്ചു മറിച്ചെടുക്കണം. കൈ കൊണ്ട് നമ്മളിതുപോലെ ഇങ്ങനെ മറിച്ചെടുത്താൽ മതി. ഇതുപോലെ മറിച്ചെടുത്ത് ഇച്ചിരി മറിച്ചെടുത്തതിന് ശേഷം മറിച്ചെടുക്കുക. 2 സൈഡും ഇതുപോലെ മറിച്ച് ഉള്ളിൽ നിന്ന് തിരിച്ചും എടുത്ത് മറിച്ചെടുത്തതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും എടുത്ത് വെച്ച് അത് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്ത് ഭംഗിയായിട്ടെടുക്കുക. ഇതുപോലെ ഉള്ളിലേക്ക് സ്ക്രൂ ഡ്രൈവർ കയറ്റി അതിൻ്റെ അരികെല്ലാം ലെവൽ ചെയ്തെടുക്കുക. ലെവൽ ചെയ്തതിന് ശേഷം 2 പീസും ഇതുപോലെ ലെവൽ ചെയ്തെടുക്കുക. അത് രണ്ടും മറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ സൂചി നൂലും കൊണ്ടിനെ തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ചെറിയ പീസിനെ എടുത്തിട്ട് അതിൻ്റെ താഴെ സെൻറ്റർ വരുന്ന ഭാഗത്തു നിന്നും ഒരു കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനെ സ്റ്റിച്ച് ചെയ്ത് വലിച്ച് മുറുക്കിയിട്ട് ഈ വലിയ പീസിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് 2 പീസിനെയും കൂടെ നൂല് നന്നായിട്ട് വലിച്ച് മുറുക്കി കെട്ടിടുക. നന്നായിട്ട് വലിച്ച് മുറുക്കണം. അപ്പോഴേ ബട്ടർഫ്ലൈ ആവുള്ളൂ. നന്നായിട്ട് വലിച്ച് മുറുക്കിയിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പൊട്ടാത്ത രീതിയിൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിന് നമുക്കിഷ്ടമുള്ള രീതിയിൽ ബീഡ്സോ ഷോ ബട്ടണോ പിടിപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബീഡ്സാണ് പിടിപ്പിച്ചേക്കുന്നത്. അത് ഞാനൊരു ഫ്രോക്കിന് വേണ്ടിയിട്ടായിരുന്നു, ഫ്രോക്കിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതുപോലെ ഫ്രോക്കിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ബൈ ബൈ.